ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയുടെ ഓഫീസിൽ നിന്നും സ്റ്റാഫുകളും മാനേജരും എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. വരുമ്പോൾ എല്ലാവരും ഓടിച്ചെന്ന് സ്വീകരിക്കുകയാണ്. അന്നേരം അകത്ത് കയറി വീടിൻ്റെ ആ പഴക്കവും റൂമുകളും ഒക്കെ കയറി നോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് വന്നതാണല്ലോ. ഇതിനിടയ്ക്ക് നമ്മുടെ നിധിയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നിധി ഈ നിൽക്കുന്നതൊക്കെ എല്ലാവരും ആരൊക്കെയാണ്, എല്ലാവരും കസിനാണോ എന്ന് ചോദിക്കുമ്പോൾ നിധി പെട്ടെന്ന് പറയാം, ആ സുധീഷും സുമേഷേട്ടനും ഇവർ 4 പേരും എൻ്റെ കസിൻസ് തന്നെയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സുധീഷ് വല്ലാണ്ടാവുകയാണ്. ദൈവമേ, എന്നെയും കൂടെ അവൾ കസിൻസ് ആക്കിയോ, ഈശ്വരാ എനിക്ക് വയ്യ കസിൻ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സുമേഷും എല്ലാവരും കൂടെ ഇങ്ങനെ വല്ലാത്തൊരു ചമ്മി നിൽക്കുകയാണ്. അങ്ങനെ വന്നവരെല്ലാവരും വീടിനെക്കുറിച്ച് എല്ലാം ചോദിക്കുകയും ഒക്കെ ചെയ്യാണ്ട് അവർക്ക് ചായയും കാപ്പിയൊക്കെ കൊടുക്കാമെന്ന് സുമേഷ് പറയണമെങ്കിലും അവർക്ക് അതൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ ജ്യൂസൊക്കെ തയ്യാറാക്കി നികേഷും ഹരീഷും കൂടെ കൊണ്ട് കൊടുക്കാട്ടോ എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ട് ശരി ഇനിയിപ്പോൾ തിരിച്ചു പോവാം എന്നും പറഞ്ഞ് പോകുന്ന സമയത്ത് നിധിയോട് സുമേഷ് ചോദിക്കുന്നുണ്ട്, ഇവരുടെ കൂടെ നിധിയും പോകുന്നുണ്ടോ? ആ ഞാനും പോവാന്ന്. ഇത് കേൾക്കാത്ത പാതി നമ്മൾ സുധീഷ് ഓടിപ്പോയി കാറിൻ്റെ പിൻ സീറ്റ് തുറന്നു കൊടുക്കാട്ടോ നിധിക്ക് കയറാനായിട്ട്. നിധി പക്ഷേ നേരെ പോയി ഫ്രണ്ട് സീറ്റ് തന്നെയാണ് തുറന്ന് കയറുന്നത്. നിധിയുടെ കൂട്ടുകാരിയാണ് ബാക്കിൽ ചെന്ന് കയറുന്നത് കേട്ടോ. എന്നിട്ട് സുധീഷിനൊരു താങ്ക്സും പറയുന്നുണ്ട് ഡോർ തുറന്നു കൊടുത്തതിന്. അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ നമ്മുടെ സുധീഷ് ഒരു വല്ലാത്ത മൂകത അവസ്ഥയിലായി പോയി. അപ്പോൾ സുമേഷും നികേഷൊക്കെ ചോദിക്കണം, എന്ത് പറ്റി? അതെ, അവൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ? എന്ത് കേട്ടില്ലാന്ന്? അതെ, നമ്മൾ 4 പേരും കസിൻ ബ്രദേഴ്സാന്ന് പറഞ്ഞ് കേട്ടില്ലേ? എന്നെയും അതുപോലെ അവളുടെ സഹോദരനാക്കിയോ? എങ്ങനെ തോന്നുന്നു അവൾക്ക് ഇങ്ങനെയൊക്കെ? എനിക്ക് ആകെ ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് പറയുമ്പോൾ സുമേഷ് പറയാം, എടാ നമ്മളെ 3 പേരെയും കാണുന്ന പോലെ അല്ല നിന്നെ കാണുന്നത്, അതിലൊരു വ്യത്യാസമുണ്ട്, നീ ശ്രദ്ധിച്ച് നോക്ക്. ഇല്ല ഏട്ടാ, അവൾക്ക് അങ്ങനെയൊന്നും മനസ്സിലില്ല. അല്ലെങ്കിൽ തന്നെ അവളെ കൂടെ വന്ന ഒരു തൊലിഞ്ഞ ഒരുത്തമുണ്ടല്ലോ, അവൻ്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടിട്ടേ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്ത് ടെൻഷൻ? അങ്ങനെയല്ല, നിധിയോട് എന്തോ ഒരു ഇഷ്ടമുള്ളതുപോലെ തോന്നുന്നു. എടാ, നീ ആവശ്യമില്ലാത്തൊന്നും പറയരുത്, ഈ കുശുമ്പം കൊണ്ട് നടക്കരുതേ. ഇല്ലാത്ത കാര്യമൊന്നും ഉണ്ടാക്കി പറയല്ലേ ഇനി നിധിയുടെ അടുത്ത്. അല്ല, എനിക്ക് ചെറിയ സംശയമുണ്ട്. എനിക്ക് സംശയരോഗം അങ്ങനെയൊന്നും അല്ല. എന്നാലും ഈ വന്നവൻ ഒന്നാമതേ നിധിക്ക് എന്നോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമൊന്നുമില്ല. ഇനി അവനെങ്ങാനും ഇടയ്ക്ക് കയറി അവളോട് ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാലേ അവൾ ആ തൊലിയൻ്റെ വലയിൽ വീണ് പോയാലോ എന്ന് പേടിച്ചിട്ടാ സുമേഷ് ഏട്ടാന്ന് പറയാട്ടോ. എടാ, നമ്മുടെ നിധിയല്ലേ, അവൾ അങ്ങനെയൊന്നും ഉള്ള ഒരു കുട്ടിയല്ല. നിനക്കിതുവരെ മനസ്സിലായിട്ടില്ലേ? നീ ഒന്ന് സമാധാനപ്പെട്. അങ്ങനെ ഹരീഷ് പറയുന്നുണ്ട്, ഏട്ടാ ഇവന് തലയ്ക്ക് വട്ട, അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറഞ്ഞങ്ങ് സ്ഥിരീകരിക്കാൻ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നേരെ വർക്ക്ഷോപ്പിലായിട്ടാണ് ഹരീഷ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നീതു വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി കണ്ടിട്ട്. അപ്പോൾ ഹരീഷിനെ കണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. വീട്ടിലെ കുറുമ്പും കുസൃതിയും അമ്മയോടുള്ള വാശിയും വിചാരിച്ച കാര്യം എനിക്ക് അപ്പം നേടണം, അതൊക്കെയാണ് എൻ്റെ സ്വഭാവ രീതികൾ എന്നൊക്കെ ഇങ്ങനെ ഹരീഷിനെ നീതു പറഞ്ഞ് കേൾപ്പിക്കാൻ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ നീതുവിൻ്റെ അച്ഛൻ ഓട്ടോയും കൊണ്ട് വരുന്നുണ്ട്. ഇവിടെ അവൾ ഇരിക്കുന്ന കാരണം അയാൾ ഓട്ടോയിൽ നിർത്തി വന്നിട്ട്, എടി എന്തിനാണ് നീ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ച് വരട്ടാ കേട്ടോ. അപ്പോഴാണ് നീതു പറഞ്ഞുണ്ട്, ഞാനെന്തിനാണ് ഇവിടെ വന്നത്, എനിക്ക് ഇവനെ ഇഷ്ടമാണെന്നുള്ളത് അച്ഛന് നന്നായിട്ട് അറിയാം. ഇഷ്ടപ്പെട്ട ഒരാളിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അത് ശരി, നിനക്ക് വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലല്ലേ, നീ ഇവിടെ വന്നിരിക്കുക, നീ എൻ്റെ അടുത്ത് തർക്കുത്തരം പറയുന്നോടി എന്നൊക്കെ അച്ഛൻ പറയേണ്ട അടിക്കാനൊക്കെ കൈ ഓങ്ങുക കേട്ടോ. അപ്പോൾ നീതു പറയാം, അച്ഛൻ എന്നെ അടിക്കുകയും ബഹളം വയ്ക്കുകയും ദേഷ്യപ്പെടുകയും ഒന്നും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഹരീഷേ, നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. അച്ഛൻ പറഞ്ഞൊന്നും കണ്ട് പേടിക്കണ്ട. ഞാനിപ്പോൾ എന്തായാലും അച്ഛൻ്റെ കൂടെ വരാൻ തയ്യാറല്ല. എന്നാലും അതെൻ്റെ വീട് തന്നെയല്ലേ, എപ്പോഴായാലും ഞാൻ അങ്ങോട്ട് തന്നെ വരണം. ഹരീഷിനെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുള്ളൂ. എടാ ചെറുക്ക, നിന്നെ കണ്ടിട്ടാണ് ഇവളിങ്ങനെ നെഗളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നീ വീട്ടിലോട്ട് പാടി, നിനക്കുള്ളത് ഞാൻ വെച്ചേക്കാം. ഓ വന്നോളാം, അച്ഛൻ ഇപ്പം ചെല്ല് എന്നും പറഞ്ഞു വിടാം കേട്ടോ. ഹരീഷിന് ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ് തോന്നണേ. ഹരീഷ് ചോദിക്കുന്നുണ്ട്, നീതു ഇങ്ങനെയൊക്കെയാണോ നീ അച്ഛനോട് സംസാരിക്കണത്? അതിനിപ്പോൾ എന്താ, എന്നാലും കുറച്ച് മയത്തിൽ സംസാരിക്കണ്ടേ? അച്ഛൻ തന്നെയല്ലേ, അച്ഛനോടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും ഇതിൻ്റെ പുള്ളിൽ എന്തെങ്കിലുമൊക്കെ പറയും, അപ്പോഴും ഞാൻ അതൊക്കെ ഡീൽ ചെയ്തോളാം. വന്നേ, നമുക്കിവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാം എന്ന് പറഞ്ഞ് ഹരീഷിനെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം വീട്ടിലാണെങ്കിലും നമ്മുടെ സുധീഷ് ആകെ ടെൻഷൻ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പതിയെ സുമേഷിനെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് പറയാണ്ട്, അതെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ആ പറഞ്ഞു സുമേഷ് ഏട്ടാ, നിങ്ങളൊക്കെ കൂടുതൽ സ്നേഹം അവൾക്ക് കൊടുക്കുന്നുണ്ടാണ് നിങ്ങളുടെ പിന്നാലെ അവളിങ്ങനെ നടക്കുന്നത് ഏട്ടാന്നും പറഞ്ഞുകൊണ്ട്. നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം ഒരല്പം കുറച്ചിരുന്നുവെങ്കിൽ അവൾ എൻ്റെ അടുത്ത് ഇച്ചിരിയെങ്കിലും സ്നേഹം കാണിക്കുമായിരുന്നു എന്ന് പറയാം. അയ്യേ, ഇവനിത് എന്തൊക്കെയാണ് പറയണത്, പട്ടാണോടാ നീ പറയണതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും സുധീഷിനെ എല്ലാവരും കൂടിയിട്ട്
കളിയാക്കട്ടോ. അന്ന് രാത്രിയും നമ്മുടെ സുധീഷിൻ്റെ അച്ഛനും അതുപോലെ നമ്മുടെ നിധിയുമായിട്ടിരുന്ന് സംസാരിക്കുകയാണ്. വേറെ ആരും വീട്ടിലില്ല. അവിടെ ഇരുന്ന് കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ഒന്നും ഇപ്പം ഇല്ലല്ലോ. കുറച്ച് മാറി നിന്ന് നമ്മുടെ നിധി കാണാതെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, കാണാതെ ആയാലും കണ്ടായാലും ഇനി അത് ഉപയോഗിക്കരുത്, നിങ്ങൾക്ക് ഈ വീട് ഒരു വീടായിട്ടിരിക്കാൻ താല്പര്യമില്ലേ എന്ന് ചോദിക്കാട്ടോ. നീ എന്താ ഉദ്ദേശിച്ചത്? മക്കളും അച്ഛനും ഒക്കെ എടുത്ത് തമാശയും കളിയും ഒക്കെ പറഞ്ഞ് നല്ല ഉല്ലാസമായിട്ട് ഇരിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരു ഓണം വിഷു ഒക്കെ വരുമ്പോൾ ഒരുമിച്ചിരുന്ന് പൂക്കളം ഇടുക, വിളക്ക് കൊളുത്തുക, ആട്ടവും പാട്ടവും ഒക്കെ നടക്കുക, ഇതൊക്കെയല്ലേ നീ ഉദ്ദേശിച്ചത് നല്ല സാധാരണ പോലത്തെ വീടെന്ന്? ആ അതെ, അങ്ങനെ ആവണ്ടേ നമുക്ക് ഈ വീടെന്ന് ചോദിക്കാട്ടോ. അപ്പോഴാണ് അങ്ങേര് പറയുന്നത്, എടിയും അങ്ങനെയൊക്കെ ആവോ, ഇത് അങ്ങനെയൊന്നും ആവും തോന്നില്ല, എൻ്റെ മക്കളെ ഞാൻ സ്ട്രിക്റ്റായിട്ടൊന്നും അല്ല വളർത്തിയത്, പിന്നെ അവരൊക്കെ അവരെ ഇഷ്ടത്തിന് വളർന്നു, അത്രയേ ഉള്ളൂ. ഞാൻ ഒരുപാട് സൗന്ദര്യം കൊടുത്തിട്ട് തന്നെ അവരൊക്കെ വളർന്നത്. ആരെ നിയന്ത്രിക്കാൻ ഞാൻ പോയിട്ടുമില്ല, അതാ എൻ്റെ ഒരിത്. പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള വിലയുണ്ട്, അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. എനിക്ക് ഈ ലോകത്ത് വെച്ച് എനിക്ക് എൻ്റെ തന്നെയായിട്ടുള്ള വിലയുണ്ട്, അത് ഞാൻ ആരുടെ മുന്നിൽ അടിയറോ വയ്ക്കാനൊന്നും പോകത്തില്ല എന്ന് നിധിയോട് അച്ഛൻ ഇങ്ങനെ പറയാട്ടോ. എപ്പിസോഡിൽ ടീച്ചറുടെ എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്